നമസ്കാരം. സിനിമാ മേഖലയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. സിനിമാ മേഖലയിൽ മൊത്തത്തിലൊരു അഴിച്ചുപണിക്ക് ഒരുങ്ങിയാണ്. കാരണം തൊഴിലാളി മേഖലയിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയും ഫെഫ്കയുമായിട്ട് ചർച്ച നടത്തുകൊണ്ടിരിക്കും. 2 ദിവസമായി ചർച്ചകൾ നടക്കുകയാണ്. അന്തിമഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. തൊഴിലാളികൾക്ക് ഭാരം കുറയ്ക്കുക, തൊഴിൽ ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ തൊഴിലാളി സംഘടനയായ ഫെഫ്ക മുന്നോട്ട് വന്നത്. അത് നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് ഇപ്പോൾ സംസാരിച്ച് ഏറെക്കുറെ സെറ്റിലാകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. 16 മണിക്കൂറായിരുന്നു ഇപ്പോൾ തൊഴിലാളികളുടെ ജോലി സമയം. 16 മണിക്കൂർ തൊഴിലാളികൾ ജോലിയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ 9 മണി വരെയാണ്, 9:30 മണി വരെയാണ് പോകുന്നത്. ആ രീതിക്കാണ് പോകുന്നത്. 16 മണിക്കൂറൊക്കെ വരും. അത് 12 മണിക്കൂറായി നിജപ്പെടുത്താൻ തീരുമാനം. 12 മണിക്കൂർ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സമയം 12 മണിക്കൂർ. രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അത് തൊഴിലാളികളുടെ ജോലി ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം തന്നെ പ്രൊഡ്യൂസർമാർക്ക് അതിൽ ഗുണമുണ്ടാകുന്ന നിലയിലേക്കും കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പ്രൊഡ്യൂസർമാർക്ക് ഗുണമുണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ലൈറ്റ് ബോയ് ഉൾപ്പെടെയുള്ളവർ, പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ളവർ വരണമെങ്കിൽ 6 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അവർ 4 മണിക്ക് എഴുന്നേക്കണം. 5:30 ആകുമ്പോൾ ഇവിടെ എത്തണം. 6 മണിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ താരങ്ങൾ വരാൻ വൈകുന്ന സമയമുണ്ട്. അത്രയും സമയം വേസ്റ്റാണ് നിർമ്മാതാവിന്. താരങ്ങൾ വരാൻ ആ സമയത്ത് എത്തുന്ന താരങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില താരങ്ങൾ വരുന്നത് 10 മണിക്കായിരിക്കാം, 11 മണിക്കാകാം. അപ്പോൾ ഷൂട്ട് നടക്കണം. എന്തെങ്കിലും പാച്ച് വർക്ക്, എന്തെങ്കിലും ചെറിയ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ആ സമയം വേസ്റ്റ് ആകുമ്പോൾ നിർമ്മാതാവിന് രാത്രി 9 മണിയാകുമ്പോൾ നിർത്തുകയും ചെയ്യണം. 16 മണിക്കൂറുള്ള സമയമാണ്. 9 മണിയാകുമ്പോൾ നിർത്തുകയും ചെയ്യണം. പിന്നീട് സമയം പോലും. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഒരു സമയക്രമങ്ങൾ മാറ്റം വരുന്നു. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ നിർമ്മാതാവിന് ഇത് ലാഭമാണ്. പാഴ്ചെലവുകൾ, നിർമ്മാതാക്കളുമായിട്ട് സംസാരിച്ച് എനിക്ക് മനസ്സിലാവും, പാഴ്ചെലവുകൾ ഇല്ലാതാകുന്നു എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഇത് തൊഴിലാളി സംഘടനയ്ക്ക് വേണ്ടി നമുക്കറിയാം, എത്രയോ തൊഴിലാളികളാണ് ഫെഫ്ക എന്ന ഒരു സംഘടനയുടെ കീഴിലുള്ളത് കേരളത്തിൽ. അവർക്കൊരു ഗുണമുണ്ടാകുന്ന നിലയിലേക്കുള്ള ഒരു ചർച്ചയാണ് വഴിവെച്ചിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് 2 മണിക്കാണ്, ഇപ്പോൾ പറയുകയാണ് 2 മണി മുതൽ 2 മണി വരെയാണ് ഷൂട്ട്. രാത്രി 2 മണി വരെയാണ് ഷൂട്ടെങ്കിൽ 8 മണിക്കൂർ വിശ്രമം എന്നൊരു മാനദണ്ഡങ്ങൾ കൂടുതലുണ്ടാവും. 8 മണിക്കൂർ വിശ്രമം. അതിനുശേഷമേ ഷൂട്ടിംഗ് പിന്നീട് ആരംഭിക്കുക. അതിൻ്റെ ചർച്ചകളാണ് നടക്കുന്നത്. അത് കൃത്യമായി അതിൻ്റെ കണക്കുകൾ കിട്ടിയാൽ നമുക്ക് അത്രയും അവതരിപ്പിക്കാൻ പറ്റും. പിന്നീട് ബാറ്റയുടെ കാര്യത്തിൽ ഡബിൾ ബാറ്റ വരുന്ന സമയങ്ങളുണ്ട്, സിംഗിൾ ബാറ്റായും ഡബിൾ ബാറ്റായും വരുന്ന സമയങ്ങളുണ്ട്. അതും ഓരോ മണിക്കൂറിന് ശേഷം വരുന്ന ടൈമുണ്ട്. അതൊക്കെ ചർച്ച നടക്കുന്നത്. അത് കൃത്യമായ ഒരു ചർച്ചയിലേക്ക് പോയാൽ മാത്രമേ അതേക്കുറിച്ച് എനിക്ക് പഠിച്ചതിന് ശേഷം എനിക്ക് പറയാൻ കഴിയുള്ളൂ. നിലവിൽ മനസ്സിലാക്കാൻ 12 മണിക്കൂറായി ജോലിഭാരം കുറയ്ക്കുന്നു. അത് തൊഴിലാളികളെ സംബന്ധിച്ചോളം ഏറ്റവും ഗുണമാവുന്നു. അതോടൊപ്പം തന്നെ പാഴ്ചെലവുകൾ ഇല്ലാതാകുന്ന പ്രൊഡ്യൂസർമാർ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ അതൊരു സൗമ്യമായ നിലപാടാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട താരങ്ങളുടെ വിഷയങ്ങളും ചർച്ചയിലേക്ക് വരും. താരങ്ങളുടെ സംഘടന അമ്മ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയുമായി എങ്ങനെയാണ് ബന്ധപ്പെടുത്തുക എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ താരങ്ങളുടെ ഒരു സമയക്രമത്തിനൊരു കൃത്യത വരുന്ന നിലയിലേക്ക് പോകും. രാവിലെ ചില മെയിൻ ആർട്ടിസ്റ്റുകൾ സമയം പറയുന്നുണ്ട്, ഞാൻ 10 മണിക്കാണ് ഷൂട്ടിങ്ങിന് വരുള്ളൂ, ആ സമയം മുതലാണ് എനിക്ക് വരാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ആ മെയിൻ ആർട്ടിസ്റ്റുകൾ വെക്കുന്ന സിനിമകൾക്ക് കൃത്യമായി തന്നെ 10 മണിക്ക് തുടങ്ങിയാൽ മതി. 10 മണി ആകുമ്പോൾ 9 മണിക്കുണ്ടാകും. അതും സമയക്രമമായി കൂട്ടുമെന്നാണ് എനിക്ക് മനസ്സിലായത്. 10 മണിക്ക് ഷൂട്ട് തുടങ്ങിയാൽ അവർ 9 മണിക്ക് വന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ അതും മണിക്കൂറുകളിൽ ഈ 12 മണിക്കൂർ എന്നുള്ള മണിക്കൂറിൽ കൂട്ടാനാണ് സാധ്യത എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നല്ല നിലപാടുകളാണ് സംഘടന കൊണ്ടുവരുന്നത്. സംഘടനയിൽ കൊണ്ടുവരുന്ന നിലപാട് ഇനി അടുത്ത ദിവസം ചർച്ചയുണ്ട്. 12-ാം തീയതി 13-ാം തീയതിയൊക്കെ ആയിട്ട് ചർച്ചയുണ്ട്. അതിനുശേഷമേ ഫലത്തിൽ വരികയുള്ളൂ. ആ നടപടി എങ്ങനെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. തൊഴിലാളികളെ സംബന്ധിച്ചോളം ഇതൊരു ആശ്വാസമാണ്. അവർ അത്രമാത്രം കഷ്ടപ്പെടുന്ന തൊഴിലാളികളെ നമ്മൾ കാണാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 6 മണിക്ക് ഷൂട്ട് തുടങ്ങി അവർ 4 മണിക്ക് എഴുന്നേക്കണം. 5 മണിക്ക് 5:30 ആകുമ്പോൾ ലൊക്കേഷനിലെത്തുന്ന തൊഴിലാളികൾ ഒത്തിരി പേരുണ്ട്. എന്നിട്ടും അവിടെ ഒന്ന് വെറുതെ ഇരിക്കുന്ന നിലയിലേക്കാണ് ചിലപ്പോൾ സിനിമ തുടങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരും. അത് നിർമ്മാതാവിന് നഷ്ടം വരും. തൊഴിലാളികളവിടെ വന്നിരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊരു കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 12 മണിക്കൂർ എന്ന നിലയിലേക്ക് ജോലി പോകുന്നു. അതോടൊപ്പം തന്നെ ഇത് അവധി ദിവസം വരുന്നുണ്ട്. അവധി ദിവസം ഇപ്പോൾ പല ഓണം, ക്രിസ്മസ്, ബക്രീദ്, വിഷു ഇതിനൊക്കെ അവധി വരണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതും ചർച്ച നടക്കുന്നുണ്ട്. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വോട്ടിംഗ് സമയത്തുള്ള അവധി, ആ അവധിയും നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെ അവധിയും ഈ തൊഴിലാളികൾക്ക് കിട്ടുന്ന നിലയിലേക്ക് കൊണ്ട് ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം. അവർക്ക് അവധി വേണമെന്നുണ്ടെങ്കിൽ അവധിയാണ്. സിനിമ ചിലപ്പോൾ നടന്നു പോകും, അവധിയായിരിക്കും. അവധി എടുക്കുന്നതിന് തടസ്സമില്ല എന്ന നിലയിലേക്കും പോകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ കാണാം. ഇനി 2-3 ചർച്ചകൾക്ക് ശേഷം ഫലം അന്തിമമായിട്ട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നമുക്ക് കാത്തിരുന്ന് കാണാം.
ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.